ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നതോടെ US സൗദി അറേബ്യയോട് സഹായിക്കണമെന്നാവശ്യപ്പെട്ടെന്നും എന്നാൽ സഹായിക്കാൻ സൗദി തയ്യാറായില്ല എന്നും വെളിപ്പെടുത്തൽ. ഇറാന്റെ മിസൈലുകൾ തുടർച്ചയായി എത്താൻ തുടങ്ങിയതോടെ അയൺ ഡോം ആരോ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ സാധിക്കാതെ വന്നു. അമേരിക്ക നൽകിയ താട് പ്രതിരോധ സംവിധാനവും തളർന്നു. ഈ വേളയിലാണ് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക മറ്റു വഴി തേടിയതെന്നും സൗദി അറേബ്യയെ സമീപിച്ചതും. അമേരിക്ക നൽകിയ താട് സൗദിയുടെ പക്കലുണ്ട്. ഇത് നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സൗദി നിരസിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിന് മാത്രമല്ല സൗദി അറേബ്യയ്ക്കും ഇറാന്റെ സാന്നിധ്യം ഭീഷണിയാണ് എന്ന് അമേരിക്ക സൗദി ഭരണകൂടത്തെ അറിയിച്ചു. എന്നിട്ടും സൗദി ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടിലെ വിവരം. യമനിലെ ഹൂതികളുടെ ആക്രമണം തടയാൻ വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് താട് മിസൈൽ പ്രതിരോധ സംവിധാനം സൗദി വാങ്ങിയത്. മക്കയുടെ സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിന്റെ പക്കൽ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ഇന്റർസ്പെക്ടറുകളുടെ എണ്ണം കുറവായിരുന്നു. തുടർന്ന് ഇന്റർസ്പെക്ടറുകളുള്ള രാജ്യങ്ങളോട് അവ സംഭാവന ചെയ്യാൻ US ആവശ്യപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ആ ശ്രമം വിജയിക്കാതിരുന്നപ്പോൾ ഈ രാജ്യങ്ങളുമായി മറ്റു ഡീലുകളിൽ ഏർപ്പെട്ട് ഇന്റർസ്പെക്ടറുകൾ കൊടുക്കാൻ ധാരണയുണ്ടാക്കാൻ US ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതും വിജയിച്ചില്ല. എന്നാൽ സൗദിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിലും സൗദി അതിന് തയ്യാറായില്ലെന്നും US ഉദ്യോഗസ്ഥർ മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞു. ഇറാൻ കേവലം ഇസ്രായേലിന് മാത്രമല്ല സൗദിക്കും ഭീഷണിയാണെന്നുള്ള വാദങ്ങളടക്കം അമേരിക്ക ഉന്നയിച്ചെങ്കിലും സൗദി വഴങ്ങിയില്ല എന്നാണ് സൂചന. ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുമ്പോൾ സൗദി സ്വന്തം ചെലവിൽ അന്നത്തെ താട് ബാറ്ററി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ജൂലൈ 3-നാണ് സൗദി സൈന്യം ഈ ബാറ്ററിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണം അമേരിക്കയുടെ പക്കലുള്ള ഇന്റർസ്പെക്ടറുകളുടെ ശേഖരം വലിയ തോതിൽ കുറയ്ക്കുമെന്നും US ഉദ്യോഗസ്ഥർ ആശങ്കപ്പെട്ടിരുന്നു. സൗദിക്ക് പുറമെ ഇസ്രായേലിന് ഇന്റർസ്പെക്ടറുകൾ നൽകാൻ അമേരിക്ക UAEയോടും ആവശ്യപ്പെട്ടതായി വിവരമുണ്ട്. എന്നാൽ UAE ഇവ നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 12 ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ഇറാനിലും ഇസ്രായേലിലും കനത്ത നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ 935 ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. 5332 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെ സഹായിക്കരുത് എന്ന് ഇറാൻ നേരത്തെ ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കയ്ക്ക് പുറത്ത് താട് മിസൈൽ പ്രതിരോധ സംവിധാനം ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം UAE ആണ്. 2016-ലാണ് UAE താട് വാങ്ങിയത്. കഴിഞ്ഞ മാസം യുദ്ധം അവസാനിച്ചതോടെ ഇറാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നാണ് മറ്റൊരു വിവരം. ചൈനയിൽ നിന്ന് പുതിയ മിസൈലുകളും പ്രതിരോധ സംവിധാനവും ഇറാൻ വാങ്ങുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതേസമയം ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. 3400-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ജൂൺ 13-ന് ഇറാനിലെ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെയാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇസ്രായേലിനെ പിന്തുണച്ച് ജൂൺ 22-ന് പുലർച്ചെ ഇറാനിലെ ഫോർദോ, നതാൻ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ആക്രമണം നടത്തി. US ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തുടർന്ന് ഖത്തറിലെ US വ്യോമതാവളത്തിൽ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.